മലയാള ഭാഷയ്ക്ക് ഒരു ശൈലി നൽകിയ വ്യക്തി, കേരളം പിറക്കുന്നതിനും 60 വർഷം മുമ്പ് ഭാവി കേരളത്തെ തന്റെ സങ്കല്പത്തിൽ കണ്ട വ്യക്തി, ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ ആദ്യ ജോയിന്റ് സ്റ്റോക്ക് സ്ഥാപകൻ, മലയാളികൾക്ക് അഥവാ കേരളത്തിലേക്ക് ആദ്യ ഓഹരി നിക്ഷേപ സംസ്കാരം കൊണ്ടുവന്ന വ്യക്തി, നാട്ടിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി, താഴ്ന്ന ജാതിക്കാരെയും ദളിതരെയും തമ്പ്രാക്കന്മാരോടൊപ്പം ഇരുത്തിയ വ്യക്തി, സാഹിത്യത്തിൽ തൊട്ടുകൂടായ്മ ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി, സാഹിത്യത്തിൽ ജാതിയില്ല എന്ന് പറഞ്ഞ വ്യക്തി, മലയാള ഭാഷയ്ക്കും നാടിനും വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ച വ്യക്തി, മലയാള ഭാഷയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 1857 നിരണം സ്വദേശിയായ ഈപ്പൻ മാപ്പിളയുടെയും ആയിരൂർ ചെറുകര കുടുംബത്തിലെ സാറാമ്മയുടെ 4ാമത്തെ മകനായി കോട്ടയത്ത് ഭൂജാതനായി. ചെങ്ങന്നൂർ പ്രദേശത്തെ സർക്കാർ പണം പിരിക്കുന്ന, അതായത് നമ്മീ പറയുന്ന മുതലപ്പടിക്കാരൻ എന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഈപ്പൻ മാപ്പിള. പത്തനംതിട്ടയിലെ തോലാശ്ശേരി സ്കൂളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. അദ്ദേഹം പഠിച്ചിരുന്ന കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഈ വിദേശ മിഷണറികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അഥവാ സ്ഥാപനങ്ങൾ കേരളത്തിലോട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ വരുന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന പല ക്രൈസ്തവ സമൂഹങ്ങളും ആ സമൂഹത്തിൽപ്പെട്ടവരുടെ മക്കളെ ആ സ്ഥാപനങ്ങളിലേക്ക് വിടരുത്, കാരണം വിദേശ മിഷണറികളുടെ ആംഗ്ലിക്കൻ സഭകളിലേക്ക് അവർ ആകൃഷ്ടരാകും എന്ന് ഭയന്ന് അതിലോട്ട് അവരെ വിടുവാൻ വേണ്ടി വിമുഖത കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പഠനം ഇംഗ്ലീഷ് പഠനത്തിൽ വരെ എത്തി നിന്നിരുന്നു. അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കവിതകൾ എഴുതിയതിനാൽ അദ്ദേഹത്തിന് കവിതക്കാരൻ എന്നുകൂടി ഒരു പേര് കിട്ടിയിരുന്നു. കോട്ടയം CMS കോളേജിൽ അദ്ദേഹം പിന്നീട് പഠിക്കുകയും പിന്നീട് ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ഇന്റർമീഡിയറ്റ് പഠനത്തിന് വേണ്ടി അദ്ദേഹം എത്തിയെങ്കിലും ആ പഠനം അത് പാതി വഴി ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. ഇന്ന് നാം കാണുന്ന മലയാള ഭാഷയുടെ രൂപീകരണത്തിൽ അനേകരുടെ പ്രയത്നങ്ങളുണ്ട്, അനേകരുടെ ത്യാഗങ്ങളുണ്ട്. ഒഴുകുന്ന ഒരു നദിയോടൊപ്പം നാം ഇന്ന് സഞ്ചരിച്ചാൽ മതി. എന്നാൽ തട്ടിത്തടവുകൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം മലയാള ഭാഷയ്ക്ക് ഉണ്ടായിരുന്നു. സാഹിത്യവും ചിത്രരചനയും ഒക്കെ രാജകുടുംബങ്ങളും മാത്രമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, സാഹിത്യത്തിൽ ജാതിയും തൊട്ടുകൂടായ്മയും നിലനിന്ന ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷ അച്ചടി ടൈപ്പ് റൈറ്ററിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് വർഗീസ് മാപ്പിള. 1881 ജനുവരി 1-ാം തീയതി അദ്ദേഹം കൊച്ചിയിലെത്തുകയും ദേവ്ജി ഭീംജി എന്ന ഒരു ഗുജറാത്തുകാരൻ നടത്തിയിരുന്നിരുന്ന കേരള മിത്രം എന്ന ഒരു പത്രസ്ഥാപനത്തിൽ പത്രാധിപരായിട്ട് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയായിരുന്നു സഞ്ചരിക്കുവാൻ വേണ്ടി ആകാശത്തിലൂടെ വേഗമേറിയ വ്യോമമാർഗങ്ങളോ, റോഡുകളിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ വേഗമേറിയ വാഹനങ്ങളോ, നാടുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, വേഗമേറിയ വെള്ളത്തിലൂടെ വേഗം പോകാൻ വേണ്ടി ഒരു വേഗമേറിയ വള്ളങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു കത്തയച്ചാൽ പോലും ആഴ്ചകൾ മാത്രം എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം തന്റെ തിരുവല്ലയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്താൻ ഏതാണ്ട് ഒരാഴ്ച എടുത്തിരുന്ന കാലഘട്ടത്തിൽ, പിന്നീട് അദ്ദേഹം ഇവിടെ എത്തി എന്നൊരു കത്ത് തന്റെ മാതാവിന് അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടുവാൻ വേണ്ടി 1-2 ആഴ്ചയും എടുക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ കുടുംബക്കാരെയൊക്കെ ഓർത്തിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് ആ ജോലിയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. പിന്നീട് 1864 സ്വദേശത്ത് മുതലപ്പടിക്കാരനായി, അതായത് എന്റെ പിതാവിന്റെ ജോലിക്ക് തന്നെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഒപ്പം അനാചാര പ്രവർത്തനങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കോട്ടയം CMS കോളേജിലും ഏതാണ്ട് നാളുകൾ മലയാള മാഷായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇത്രയൊക്കെ ജോലികൾ ചെയ്തിട്ടും ഇത്രയുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരു സംതൃപ്തി ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഈ ജോലികളെല്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്രമായി എഴുതണമെന്ന് തോന്നുകയും അദ്ദേഹം ജനങ്ങളുടെ ഇടയിലെ സമ്പർക്കം അഥവാ ആശയവിനിമയം കൂടുതൽ ശാക്തീകരിക്കണമെന്നും അദ്ദേഹത്തിന് തോന്നി. പിന്നീട് ആ ചെറിയ ചിന്തയാണ് നാം ഇന്ന് കാണുന്ന മനോരമയിൽ വരെ എത്തി നിൽക്കുന്നത്. പത്രപ്രവർത്തനം തുടങ്ങുവാൻ വേണ്ടി 100 രൂപയുടെ 100 ഓഹരികൾ വെച്ച്, അതായത് 10,000 രൂപയുടെ ഓഹരിയിൽ നിന്നാണ് ഇന്നത്തെ മനോരമ അദ്ദേഹം ആരംഭിച്ചത്. അത് കേവലം തന്നെ 33-ാം വയസ്സിലാണ് അദ്ദേഹം മനോരമയുടെ ശിലാസ്ഥാപനം ഇടുന്നത് എന്ന് പറയാൻ സാധിക്കും. 1888 മനോരമയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലെ ആദ്യ ജോയിന്റ് സ്റ്റോക്ക് സ്ഥാപനമായിരുന്നു അഥവാ കമ്പനിയായിരുന്നു മനോരമ എന്നത്. മനോരമ ആദ്യമായ ഒരു വീക്ക്ലി ന്യൂസ് പേപ്പർ പ്രസിദ്ധീകരിച്ചത് 1890 മാർച്ച് 22-ന് കോട്ടയത്ത് നിന്നായിരുന്നു. അതൊരു 4 പേജുള്ള പത്രമായിരുന്നു. പിന്നീട് 1901 മനോരമ ബൈ വീക്ക്ലി ആകുകയും 1918 ട്രൈ വീക്ക്ലി ആകുകയും
1928 മനോരമ ഡെയിലി ആയിട്ട് മാറുന്നത്. കവിതകൾക്കേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ മനോരമയുടെ പ്രസിദ്ധീകരണം തുടങ്ങിയിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കവിതകൾക്ക് വേണ്ടി തന്നെ, ഈ കവികൾക്കൊക്കെ വേണ്ടി മാത്രമായിട്ട് ഒരു പത്രം ഇറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു എന്നും കൂടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനോരമ ഇറങ്ങിയപ്പോഴും കവിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു പത്രം ഇറങ്ങിയത്. കവിതകൾക്ക് വേണ്ടതായ പ്രസക്തി നൽകിയ പ്രത്യേക പേജുകളുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കവിതകൾ എഴുതിയവരെ കൊണ്ട് തന്നെ, കവികളെ കൊണ്ട് തന്നെ പിന്നീട് ഗദ്യങ്ങൾ എഴുതിയതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനോരമയിലെ ആദ്യത്തെ മുഖപ്രസംഗം എന്ന് പറയുന്നത് പുലയർക്ക് വിദ്യാഭ്യാസം നൽകണം എന്നതായിരുന്നു. മനോരമ പ്രസിദ്ധീകരിക്കുമ്പോഴും മലയാള ഭാഷയ്ക്ക് കൃത്യമായ ഒരു ശൈലിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്പേസിംഗ് പോലും ഇല്ലാതെ പല വാക്കുകളെയും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കുന്ന ഒരു കാലഘട്ടം, വാക്കുകളുടെ അർത്ഥമൊന്നും കൃത്യമായി വരാത്ത ഒരു കാലഘട്ടമായിരുന്നു. 1891 കോട്ടയത്ത് വർഗീസ് മാപ്പിളയുടെ ഉത്സാഹത്തിൽ കേരളവർമ്മ കോയിത്തമ്പ്രാന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 29 കേരളത്തിലെ ആദ്യ സാഹിത്യ സഭയായ കവി സമാജം രൂപം കൊണ്ടു. പിന്നീട് അത് ഭാഷാഭൂഷണി സഭ എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. ഭാഷാഭൂഷണി സഭയുടെയൊക്കെ പ്രാഥമിക യോഗങ്ങളിൽ തന്നെയാണ് ഈ ഭാഷാഭൂഷണി എന്ന് പറയുന്ന പത്രിക ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രാഥമിക പഠന ആവശ്യങ്ങളൊക്കെ നടക്കുന്നത്. ഒപ്പം തന്നെ തിരക്കേറിയ ജീവിതത്തിലും ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യോഹാഭൂഷണം, കീർത്തനമാല, എബ്രായത്തുർട്ടി തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ചന്ദ്രകലയുടെ ഉപയോഗം മലയാളത്തിൽ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത്, അതോ പരിചയപ്പെടുത്തുന്നത് മാമൻ മാപ്പിളയായിരുന്നു. ട്രാമിംഗ് ഓഫ് ദി ഷൂ എന്ന ഷേക്സ്പിയറിന്റെ ഒരു പ്ലെയിനെ മലയാളത്തിലോട്ട് മാമൻ മാപ്പിള അതിനെ തർജ്ജമ ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1904 മിഥുനം 23, അതായത് ജൂലൈ 26 അദ്ദേഹം ഈ ലോകത്തോട് തന്റെ 47-ാം വയസ്സിൽ വിട പറഞ്ഞു. ആ മഹാമനുഷ്യൻ അദ്ദേഹം അവിടെ അസ്തമിച്ചു. എങ്കിലും പിന്നീട് അദ്ദേഹം തുടങ്ങിയ ആ ചരിത്രം മാമൻ മാപ്പിളയിലും KM ചെറിയാനിലും ഇപ്പോൾ അത് മാമൻ മാത്യു വരെ നിൽക്കുകയാണ്. അന്ന് അദ്ദേഹം തുടങ്ങിയ ആ ചെറിയ ഒരു പ്രവർത്തനം, ആ ചെറിയ ഒരു അദ്ദേഹത്തിന്റെ ചിന്തയാണ് ഇന്ന് നാം കാണുന്ന മലയാള മനോരമ ദിനപത്രത്തിലും, മനോരമ ന്യൂസിലും, മഴവിൽ മനോരമയിലും, മനോരമ ഓൺലൈനിലും, മനോരമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും, മനോരമ മ്യൂസിക്കിലും, മനോരമ ഇയർ ബുക്കിലും M4 മാരിയിൽ വരെ എത്തി നിൽക്കുന്നത്. ഇനിയും ഈ ചരിത്രം തുടരുക തന്നെ ചെയ്യും.